അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യെ ജബ്ബാർ ത്വലാഖിനെ പറ്റി പറയുന്ന ഖുർആനിൽ വന്ന ആയത്തിനെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരറ്റില്ല, അത്രയും അങ്ങേയറ്റത്തെ വിമർശനം ആ ആയത്തിനെ പറ്റി തെറി പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. എവിടുന്ന് ആയത്ത് തുടങ്ങുന്നത്? 200 അൽ-ബഖറ 230. 229 അയാൾ പറയില്ല. 229 മുതലാണ് തലാഖിൻ്റെ തുടക്കം. തലാഖ് എങ്ങനെ ചെല്ലണമെന്നതിൻ്റെ തുടക്കം 230. അതിൻ്റെ അവസാനം 229. അതിൻ്റെ അവസാനം 230. ആ 30-ൽ പറഞ്ഞ ഒരു വചനം അത് പിടിച്ചിട്ടാണ് അങ്ങേയറ്റത്തെ തെറി പറയുന്നത്. എത്ര മോശമായിട്ട്! എന്നാൽ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ തലാഖ് വിവാഹമോചനം എങ്ങനെ നടത്തണം എന്നതിന് ഇതിലും വലിയൊരു ദൃഷ്ടാന്തം, ഒരു തെളിവ് ഏതൊരു മനുഷ്യനാണോ ആ മനുഷ്യനെ ആകർഷിക്കും. ആ മനുഷ്യൻ പറയും, ഇങ്ങനെ തലാഖിനെ പറ്റി ഇങ്ങനെ പറയാൻ ദൈവത്തിനല്ലാതെ മനുഷ്യന് കഴിയില്ല. ഇയാൾ ഓതിയ 230 ആയത്ത് ഏതാണ്? തലാഖിനെ പറ്റിയൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നത്, അവസാനം അങ്ങനെ ഉണ്ടാകുന്നു, ഇനിയൊരു ഓപ്ഷനില്ല, ഇനിയൊന്നുമില്ല, ഇത് ലാസ്റ്റാണ്. കുറേ ചാൻസ് തന്നിട്ടുണ്ട്, വിവാഹമോചനം നടത്തുന്നിടത്ത് കുറേ ചാൻസ് തന്നിട്ടുണ്ട്. അതൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. ഇയാൾ പറയുന്നത് നോക്ക്, അവസാനത്തെ ഘട്ടം, ഇനി അതിൻ്റെ അപ്പുറമൊന്നുമില്ല എന്ന് ഖുർആൻ പറഞ്ഞ് അത് പിടിച്ചിട്ടാണ് തലാഖിനെ വിമർശിക്കുന്നത്. ഈ തലാഖ് ഇതുപോലെ മനുഷ്യർക്ക് പറയാൻ കഴിയില്ല. ഒരു പെണ്ണിന് തലാഖ് ചെല്ലേണ്ടത്, വിവാഹമോചനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനിൽ പറഞ്ഞു തന്നതിനേക്കാൾ ഇതിനേക്കാൾ പഠനാർഹമായി ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങൾക്ക് ഭൂമിയിൽ പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒരു തലാഖ് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സത്യത്തിൽ ഇങ്ങനെ ഒരു സമുദായത്തിൽ ജനിച്ചു പോയതിൽ പോലും എനിക്കൊക്കെ ലജ്ജ തോന്നിയിട്ടുണ്ട്. അത്രമാത്രം വൃത്തികെട്ട, മനുഷ്യത്വരഹിതമായ, സ്ത്രീകളെ അങ്ങേയറ്റം തരം താഴ്ത്തുന്ന, ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രാകൃതമായ ആചാരം. ഇത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണ്. അന്നത്തെ കാലത്തെ ആളുകൾക്ക് പോലും ലജ്ജാകരമായി തോന്നാനിടയുണ്ടായിരുന്ന ഒരു വൃത്തികെട്ട ആചാരം. ഇതാണ് ഈ ഖുർആനിലൂടെ അവതരിച്ചിട്ടുള്ളത്, ഗ്രന്ഥത്തിൽ തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് ഈ ആചാരം ഇസ്ലാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറ്റാരെയും, ഒരു പാളക്കിത്താബിനെയും ഒരു ഹദീസിനെയും കുറ്റം പറയാൻ യാതൊരു നിവൃത്തിയില്ല എന്നും ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് ഈ ആചാരം? ഞാൻ വായിക്കാം. 230 വാക്യം, അൽ-ബഖറ സൂറത്ത്. ഇത് അമാനി തഫ്സീറിൽ നിന്നുള്ള പരിഭാഷയാണ്. എന്നിട്ട് അവൻ അവളെ തലാഖ് നടത്തിയെങ്കിൽ അവനല്ലാത്ത ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നതുവരേക്കും ഇനി അവൻ അനുവദനീയമാവുകയില്ല. എന്നിട്ട് അവൻ അവളെ വിവാഹമോചനം നടത്തിയെങ്കിൽ അപ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം മടങ്ങി വരുന്നതിന് അവരുടെ മേൽ തെറ്റില്ല. അവർ രണ്ടാളും അള്ളാഹുവിൻ്റെ അതിർത്തികളെ തങ്ങൾ നിലനിർത്തിപ്പോരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവ അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു. അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അവൻ അവ വിവരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഖുർആനിലുള്ള വാക്യത്തിൻ്റെ എന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഇവിടെ തലാഖിൻ്റെ ഏറ്റവും ലാസ്റ്റ്, പിന്നെ അതിൻ്റെ അപ്പുറം ഒരു ചാൻസ് ഇല്ല, ഒരവസരമില്ല. അതെടുത്തിട്ടാണ്, ആ വചനം എടുത്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ പരിഹസിക്കുന്നത്. യെ ജബ്ബാർ ഈ സമുദായത്തിൽ ജനിച്ചു പോയത് കൊണ്ട് നാണക്കേടും ലജ്ജയും ഒക്കെ തോന്നുവാണ് മൂപ്പർക്ക്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ സമുദായത്തിൽ ജനിച്ചത്, ഈ ഖുർആൻ്റെ അനുയായികളായത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും അഭിമാനവും അന്തസ്സുമുള്ളവരാണ്. ഞങ്ങൾ ഈ ഖുർആൻ്റെ അനുയായികളാണല്ലോ എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അഭിമാനമാണ്. ആരുടെ മുമ്പിലും തലയുയർത്തി നടക്കാൻ
മുസ്ലിങ്ങളെപ്പോലെ അന്തസ്സും അഭിമാനവുമുള്ള ഒരു വിഭാഗവും ലോകത്തുണ്ടാവില്ല. കാരണം ഇയാൾ ഉദ്ധരിച്ച ഈ ആയത്തിയാണ്. ഇയാൾ ഉദ്ധരിക്കുന്ന എവിടെയാണ്? സൂറത്ത് ബക്കറയിലെ 230 ആയത്ത്. വിവാഹമോചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചാൻസ്, പിന്നൊരു ചാൻസ് ഇല്ല. അതാണ് ഇദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. ഇതിന് തുടക്കം എന്താണ്? എവിടുന്ന വിവാഹമോചനത്തിൻ്റെ തുടക്കം? വല്ലത്തി തഹാഫൂന നുസൂസൗന, നിങ്ങൾ ഭാര്യമാർ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫഹിദൂന്ന, അവരെ എന്ത് ചെയ്യണം? ഭാര്യമാറ. ഒന്നാമത്തെ ചാൻസ്, ഒന്നാമത്തെ അവസരം ഫഹിദൂഹുന്ന, അവരെ ഉപദേശിക്കുക. രണ്ടാമത്തെ ചാൻസ് വഹജ്റൂഹുന്ന, അവരെ കിടക്കയിൽ നിന്നും ബെഡിൽ നിന്നും അകറ്റി നിർത്തുക. എൻ്റെ കൂടി കിടക്കണ്ട. ഭാര്യനോട് എന്താ രണ്ടാമത്തെ ചാൻസ്? എന്താണ് വേണ്ടി? ഒന്നാമത്തെ ചാൻസ് ഉപദേശിക്കുക. രണ്ടാമത്തത് എന്താണ്? ആ ഉപദേശം കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചാൻസ് ബെഡിൽ കിടത്താതിരിക്കുക, എൻ്റെ കൂടെ കിടക്കണ്ട എന്ന് പറയുക. വഹജ്റൂഹുന്ന ഫിൽ മലാജി, കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുക. പിന്നെ മൂന്നാമത്തെ ചാൻസ് വദരിബൂഹുന്ന, അവളെ അടിക്കുക. ഒരു ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യക്ക് മറ്റൊരു പുരുഷനില്ലാത്ത നിരീശ്വരവാദികളെപ്പോലെ അല്ലാത്ത സ്വന്തം ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഭാര്യക്ക് അവളെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ തന്നെ അവൾ അനുസരണയുള്ളവരായി തീരേണ്ടതാണ്. അതും സാധിക്കാതിരിക്കുമ്പോഴാണ് അവസാനം എന്തു ചെയ്യണം? വഹജ്റൂഹുന്ന ഫിൽ മലാജി, കിടപ്പറയിൽ നിന്ന് മാറ്റി വദരിബൂഹുന്ന, പിന്നെ അടിക്കുക. ഒരു ഭർത്താവിൻ്റെ അടി ഭാര്യക്ക് കിട്ടുമ്പോൾ, ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യക്ക് ഭർത്താവിൻ്റെ ഒരടി കിട്ടുമ്പോൾ അവൾക്ക് സ്നേഹം കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് വദരിബൂഹുന്ന ഫൈൻ അത്തൈനക്കും, അടികൊണ്ടതിൽ ശേഷം അവൾ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ ഫലാ തബ്ഹു അലൈഹിന്ന സബീല, മറ്റൊരു മാർഗം പിന്നെ വേറൊന്നും ചെയ്യരുത്. അനുസരിച്ച് കഴിഞ്ഞാൽ അതുവരെ ഉള്ളതൊക്കെ കഴിഞ്ഞ്, പിന്നെ ആ ചാൻസൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ വൈൻ ഹിഫ്തും സിക്കാക്ക ബൈനവുമ, ഉപദേശിച്ചിട്ട് നടക്കുന്നില്ല, കടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് നടക്കുന്നില്ല, അടിച്ചിട്ടും നടക്കുന്നില്ല, പിന്നെന്താ ചെയ്യേണ്ടത്? വൈൻ ഹിഫ്തും സിക്കാക്ക ബൈനഹുമ, എന്നിട്ടും ശരിയാത്ത പക്ഷം വബുഹസു ഹക്കമൻ മിൻ അഹ്ലിഹി, അവളുടെ കുടുംബത്തിനും വഹക്കമൻ മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാരയക്കുക. ഇത് പരിഹരിക്കാൻ വേണ്ടി ഇത് പരിഹരിച്ച് ഓരോ ഖുർആൻ്റെ ഓരോ വചനങ്ങളും ശ്രദ്ധിച്ച് നോക്കൂ. ലോകത്ത് ആർക്കാ ഇങ്ങനെ പറയാൻ കഴിയുക? വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കൃത്യമായിട്ട് ഇത്രയും മനുഷ്യർക്ക് പ്രായോഗികമായ മറ്റൊരു കാര്യം ഇതിനേക്കാൾ നല്ലത് പറയാൻ ഭൂമിയിൽ ആർക്കാ കഴിയുക? അവസാനത്തെ ചാൻസ് എന്താണ്? അവൻ്റെയും അവളുടെയും കുടുംബത്തിൽ നിന്ന് മധ്യസ്ഥന്മാരയക്കുക. ആ മധ്യസ്ഥന്മാർ എങ്ങനത്തതായിരിക്കണം? ഇൻ യുരീദ ഇസ്ലാഹൻ, അവർ ഇത് നന്നായിരിക്കണം, ഇത് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരെയായിരിക്കണം മധ്യസ്ഥന്മാർ അയക്കേണ്ടത്. അല്ലാതെ ഇതെങ്ങനെയും തെറ്റിപ്പിരിക്കാൻ പറ്റുന്ന മധ്യസ്ഥന്മാർ അയക്കരുത്. ഇതൊന്നിച്ച് കൊണ്ടുപോകണം, ഇവരെ അകറ്റരുത്, ഇവരെ ഒന്നിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരെ ആണ് മധ്യസ്ഥന്മാർ അയക്കേണ്ടത്. ഇതൊക്കെ മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. യുവഫിഫ് അള്ളാഹു ബൈനവുമ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരെ യോജിപ്പിച്ച് കൊടുക്കും. മധ്യസ്ഥന്മാർ എങ്ങനത്തെ മധ്യസ്ഥന്മാർ? ഇത് യോജിപ്പിക്കണം എന്നുദ്ദേശിക്കുന്ന മധ്യസ്ഥന്മാരെയാണ് അയക്കുന്നതെങ്കിൽ എന്തു ചെയ്യും? അള്ളാഹു അത് യോജിപ്പിച്ച് കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം
പിന്നെന്താണ് അടുത്ത വചനം എന്താണ്? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളത് പിന്നെ ഒരു നിവൃത്തിയില്ല, മൊയ്ചൊല്ലല്ല. പിന്നെ മധ്യസ്ഥന്മാരും പരാജയപ്പെട്ടാൽ, പൊട്ടിപ്പോയാൽ പിന്നെ ഉള്ളത് അവരെ മൊയ്ചൊല്ലലാണ്. ആ പെണ്ണിനെ അത്തൊലാക്ക് മറത്താനി, മൊയ്ചൊല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പാടിതാ ഞാൻ എൻ്റെ 3 മൊയ്യും ചൊല്ലിയിരിക്കുന്നു എന്ന് പറയലല്ല. അത്തൊലാക്ക് മറത്താനി, 2 പ്രാവശ്യം മൊയ്ചൊല്ലുക. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇതാ മൊയ്യല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1 മാസം ബുരിദ്ദ, അതായത് അതിൽ കുട്ടിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ദിവസം ഒരു പീരീഡ് കാത്തിരിക്കുക. എന്നിട്ട് 2ാമത്തെ മൊയ്യല്ല. ആ 1ാമത്തെ മൊയ്യലിൽ ശേഷം അവർക്ക് മനസ്സ് മാറി ഒന്നാകാൻ വിചാരിക്കുകയാണെങ്കിൽ ആ 1ാമത്തെ മൊയ്യിൽ തന്നെ അവർക്കൊന്നാകാം, അതിന് ചെയ്യേണ്ടിയില്ല. പിന്നെ മറത്താൻ 2ാമത്തെ മൊയ്യും ചൊല്ലിയാൽ പിന്നെന്തുണ്ടാവും? 2 കൂട്ടർക്കും ഉറപ്പായി ഇനി അങ്ങക്ക് ഒരു ചാൻസും ഇല്ല, ഇനി ഒന്നിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. 2ാമത്തെ മൊയ്യും ചൊല്ലിയാൽ ഇപ്പം ഞങ്ങൾ ഒന്നിക്കണം എന്ന് 2 കൂട്ടരും തീരുമാനിക്കണം. എന്നിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പിന്നത്തതാണ് അവസാനത്തെ ചാൻസാണ്. ആര്? ഈ ജബ്ബാറോദി ആയത്ത് ഏറ്റവും ലാസ്റ്റ്. പിന്നെ ഒരു തലാക്കിൽ വേറൊരു മാർഗം പിന്നില്ല. അതെന്താണ്? 3ാമത്തെ മൊയ്യും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. 2 മൊയ് ചൊല്ലിയതിന് ശേഷം ഓനിക്ക് ഓളെ തിരിച്ചെടുക്കാം, അതിന് നിൽക്കാനൊന്നും ആവശ്യമില്ല. 3ാമത്തെ മൊയ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാൻ ഒരു വകുപ്പുമില്ല, ഒരു ചാൻസും ഇല്ല. 3ാമത്തെ മൊയ്യും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നിയാണ് മോശമായിപ്പോയി, അബദ്ധമായിപ്പോയി, എനക്കോനെ തന്നെയാണ് വേണ്ടിയത്, എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, എനക്കോനെ തന്നെയാണ് വേണ്ടിയത് എന്ന് തോന്നുകയാണെങ്കിൽ ചാൻസ് ഇല്ല. പിന്നെയുള്ള ചാൻസാണ് അവസാനത്തെ, വേറൊരു ദുനിയാവിലൊരു ചാൻസ് ഇല്ല. അവസാനത്തെ ചാൻസാണ് എന്ത്? ഈ ജബ്ബാറോദി ആയത്ത്. എന്താ അത്? ജബ്ബാറോദി അതെന്താണ്? ഇനിയൊരു ചാൻസ് വേണമെങ്കിൽ അവളെ വേറൊരുത്തൻ നിക്കാഹ് ചെയ്ത് മൊഴി ചൊല്ലിയതിന് ശേഷം ഇവൾക്ക് പിന്നെ ഇവർക്കൊന്നാകാം. അതിൻ്റെ ഇപ്പുറം ഇത്രയും നല്ലൊരു നിയമം കൊണ്ടുവരാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിചാരിച്ച സാധ്യമല്ല. വിവാഹമോചനത്തിൽ ഇങ്ങനത്തെ ഒരു ചാൻസ് വരാൻ, ഇനി അവൾക്ക് അവനെ വിവാഹം തലാക്കിയല്ലെന്നാണെങ്കിലോ അവൾ അവനെ തലാക്കിയല്ലെന്നാ ഒറ്റ വർത്താനം പറഞ്ഞാൽ മതി, ഇതാ ഞാൻ ഒഴിവാക്കിയാണ്. അവൾക്ക് പെണ്ണിന് ഇസ്ലാമിൽ കൊടുത്ത സ്ഥാനം പുരുഷൻ ഒരിക്കലും കിട്ടിയിട്ടില്ല. പുരുഷന് അവളെ ഒഴിവാക്കണമെങ്കിൽ ഇത്രയൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം. ഇത്ര അധികം ത്യാഗം സഹിച്ചാലാണ് അവനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റും, മൊയ് ചൊല്ലാൻ പറ്റും. അവൾക്കാണെങ്കിൽ ഒരൊറ്റ വാക്ക് മതി, ഞാൻ നിന്നെ ഇതോടുകൂടി ഒഴിവാക്കിയിരിക്കുന്നു, തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞു. അവൾക്ക് ഒരു പ്രയാസമില്ല. അവനെ സംബന്ധിച്ച് ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ചാലാണ് ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ കഴിയുക. ഇതുകൊണ്ടാണ് ബ്രിട്ടനിൽ ഒരുപാട് വിവാഹമോചന കേസുകൾ വന്നിട്ട് കോടതി നിറയാണ്. അവർ വിചാരിച്ച് എന്ത് വഴിയുണ്ട്, ഇത്രയധികം തലാക്കിൻ്റെ കേസുകൾ കോടതിയിൽ വരികയാണ്, എന്താ മാർഗം? അവർ അവസാനം കണ്ടെത്തിയത് ഇസ്ലാമിൻ്റെ തലാക്ക് അത് സ്വീകരിക്കുക എന്നാൽ എളുപ്പമാണ്. കാരണം ലോകത്ത് ഒരു മനുഷ്യനും ഇതുപോലുള്ള തലാക്ക് ചെല്ലുന്ന ഒരു നിയമം കൊണ്ടുവരാൻ ലോകത്ത് ഒരു മതത്തിനും ഒരാൾക്കും സാധ്യമല്ല, ഖുർആനല്ലാതെ. ആ ഖുർആനെ ഈ മനുഷ്യൻ ഇങ്ങനെ പച്ചയായി വിമർശിക്കണമെങ്കിൽ, ഈ ഖുർആൻ ഇങ്ങനെ തലാക്കിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ ആ സമുദായത്തിൽ ഞാൻ ജനിച്ചു പോയല്ലോ എന്ന് ഖേദിക്കുന്ന എന്ന ആ വാക്കുണ്ടല്ലോ, ആ മനുഷ്യൻ പറഞ്ഞ ഈ സമുദായത്തിൽ ഞാൻ ജനിച്ചു പോയല്ലോ എന്ന ആ സങ്കടം, ആ ദുഃഖം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ ഖുർആൻ്റെ അനുയായികളായി ഈ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും ആണത്തത്തോടു കൂടി തലയുയർത്തി നടക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു നിയമം ലോകത്ത് ഒരുത്തനും കൊണ്ടിറങ്ങിയില്ല. ഇതിനെയാണ് ഈ അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്ക് ഒരൽപ്പം ബുദ്ധി പോലും,
ഒരു കന്നാലിക്കുള്ള ബുദ്ധി പോലും നിരീശ്വരവാദികൾക്കില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആയത്തൊക്കെ ഇങ്ങനെ തലാഖിനെ പറ്റി ഇത്ര സുന്ദരമായിട്ട് തലാഖ് ചെല്ലാതിരിക്കാൻ, വിവാഹബന്ധം വേർപെടാതിരിക്കാൻ എത്ര കടമ്പ കടന്നാലാണ് വിവാഹമോചനം നടക്കുക ഒരു പുരുഷനെ സംബന്ധിച്ച്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരൊറ്റ വാക്ക് മതി. എന്നിട്ട് ഇവർ പറഞ്ഞു നടക്കുക പുരുഷാധിപത്യമാണ് ഇസ്ലാമിലുള്ളത്, സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല. ഖുർആൻ വായിച്ച് നോക്ക്, സ്ത്രീകൾക്കുള്ളതിൻ്റെ 100% സ്ഥാനം പുരുഷന്മാർക്കില്ല. സ്ത്രീകൾക്കാണ് എല്ലാ സ്ഥലത്തും. നിക്കാഹ് കയ്യിൽ നിന്നെടുത്ത് ഓൾക്ക് മഹർ കൊടുക്കണം, ഓൾക്ക് ഇവൻ മഹർ കൊടുക്കണം. നിക്കാഹ് കയ്യിൽ നിന്നെടുത്ത് ഇവൻ മഹർ കൊടുക്കണം അവൾക്ക്. തലാഖ് ചെല്ലുന്നിടത്ത് ഓക്ക് ഒരൊറ്റ വാക്ക് മതി, ഞാൻ ഇന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഓനിക്കാണെങ്കിലോ ഇത്ര അധികം മാസങ്ങളോളം ത്യാഗം ചെയ്താലാണ് ഓളെ ഒഴിവാക്കാൻ പറ്റൂ. ഇങ്ങനത്തെ ഖുർആൻ്റെ ആ സമുദായത്തിൽ ഞാൻ ജനിച്ചു പോയത് നാണക്കേടായിപ്പോയല്ലോ എന്ന് പറയുന്ന ഈ ജബ്ബാറിനെ ഓനിപ്പോൾ ഉള്ളിടത്ത് ഞാൻ ഇതിൽ കുടുങ്ങിപ്പോയല്ലോ, എത്ര നാണക്കേടിലാണ് ഞാനുള്ളത് എന്നായിരുന്നു അവൻ ചിന്തിക്കേണ്ടിയിരുന്നത്. മനുഷ്യൻ്റെ ഒരു നിരീശ്വരവാദിയായാൽ അവൻ്റെ ഒരു അവസ്ഥ നോക്ക്, ഇത്ര നാണക്കേടിലെത്തിപ്പോയി. എന്നിട്ട് ഖുർആൻ്റെ അനുയായികളായ സമുദായത്തിൽ ഞാൻ ജനിച്ചത് നാണക്കേടാകുന്നു എന്ന് പറയുന്ന ഈ ജബ്ബാർ ചിന്തിക്കേണ്ടത് ഈ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയത് എത്ര വലിയ നാണക്കേടായിപ്പോയി എന്നായിരുന്നു ഈ ജബ്ബാർ ചിന്തിക്കേണ്ടിയിരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.